ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ മതിൽ ചാടിയതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മതിൽ ചാടി വീട്ടിൽ ചേർന്നിട്ട് നമ്മുടെ അലമാരിയൊക്കെ തുറന്നിട്ട് വേണ്ടുന്ന ഫയൽസിൻ്റെ എല്ലാ ഫോട്ടോ എടുക്കുവാണേ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ വേദ ഫോൺ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ വ്യക്തിനെ മറികടന്നിട്ടാണ് വിക്രം പോകുന്നത്. എന്താണെങ്കിലും ഫോണിൻ്റെ ബെല്ലടിക്കുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കിനും വിക്രം ആദ്യം ഒന്ന് പകയ്ക്കുമെങ്കിലും ആ വ്യക്തി കേൾക്കാതെ തന്നെ വീണ്ടും മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് വീണ്ടും പണി തുടങ്ങും. രണ്ടാമതും വേദ വിളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, പുതുമോടിയായ പുതുപ്പെണ്ണ് വിളിക്കുമ്പോഴത്തേക്കിനും ഫോൺ കട്ട് ചെയ്യുകയോ വീണ്ടും വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടും വേദനെ കൊണ്ട് വിളിപ്പിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അവിടുന്ന് റെക്കോർഡുകളെല്ലാം കളക്ഷനാക്കി അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയും മുത്തശ്ശിയും ഒക്കെ കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണേ നമ്മുടെ ഉമ്മർപ്പടിയിൽ. നിങ്ങൾ ശരിക്കും സ്നേഹിച്ച് തന്നെയാണോ മോളെ കല്യാണം കഴിച്ചത് ഇങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കിനും നമ്മുടെ വേദ അതേ അച്ഛമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വരുവേ. അതെ, മൊത്തം പറ എന്നിങ്ങനെ പറയുവേ. അമ്പലത്തിൽ താലി പൂജിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോഴത്തേക്കിനാണ് വിക്രം കഴുത്തിൽ താലി കെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ ഫുള്ളിങ്ങനെ പറഞ്ഞ് കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും നമ്മുടെ അമ്മ ഉള്ളിലെ ഒന്ന് വന്നിട്ട് നന്ദിനി എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുവേ. അച്ചമ്മയോട് വീണ്ടും ഇങ്ങനെ നന്ദിനി വാദിച്ചുകൊണ്ടിരിക്കുകയാണേ. അല്ല അച്ചമ്മേ, ഇവള് താലി പൂജിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറി ചെന്നതാണ്. അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പം ഇങ്ങനെ അച്ചമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ നന്ദിനിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി പറയുന്നുണ്ടേ, ഇവള് മുഖത്ത് നോക്കി അച്ഛമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറയാതിരിക്കാൻ തോന്നിയില്ല എന്നിങ്ങനെ പറയുവേ. നുണയോ? എന്ത് നുണ? താലി പൂജിക്കാനാണ് വേദ അങ്ങോട്ടേക്ക് പോയെന്നുള്ള കാര്യം സത്യമല്ലേ? അതെ, സത്യമാണ്. അപ്പോഴാണ് വിക്രം അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നുള്ളതും സത്യമല്ലേ? അതും സത്യമാണ്. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നിങ്ങനെ പറയേ. അന്നേരത്തേക്കിന് അമ്മ ചോദിക്കും, പിന്നെ അതിലെന്താ അത്ര നുണയുള്ളത്? പക്ഷേ അത് പ്രേമം കൊണ്ടല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അമ്മ പറയും, നിന്നോട് ആര് പറഞ്ഞു? വിക്രവും വേദയും നിന്നോടത് പറഞ്ഞോ അവർ തമ്മിൽ പ്രണയത്തിലല്ല എന്ന്? അല്ല, അമ്മ എന്തിനാ ഇതിനെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഒരു വാശിപ്പുറത്ത് കെട്ടിയതാണ്. ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നത് വിക്രം ഇവളോട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതല്ലേ. അതാണോ കാര്യം? അച്ഛൻ്റെ മുന്നിലേക്ക് ഒരു പെണ്ണിനെയും താലി കെട്ടിക്കൊണ്ട് വന്നാൽ എന്താവും ഉണ്ടാകുക എന്ന് വിക്രമനും വേദയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ രണ്ട് വീട്ടുകാരുടെ മുന്നിൽ കളിച്ച ഒരു നാടകമായിരുന്നു അതെന്ന് നിനക്ക് ഇനിയും മനസ്സിലായ നന്ദിനി എന്നിങ്ങനെ അമ്മ ചോദിക്കുവേ. നാടകമോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതല്ലേ, ഈ വീട്ടിൽ അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വഴക്കുണ്ടാക്കാൻ നോക്കരുതെന്ന്. അപ്പോൾ ഞാനാണോ വഴക്കുണ്ടാക്കാൻ നോക്കുന്നത് എന്നിങ്ങനെ നന്ദിനി ചോദിക്കേ. അന്നേരത്തേക്ക് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അല്ലാതെ മുത്തശ്ശിയോട് ഇങ്ങനെ ഓരോരോ നുണക്കഥകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇരുന്നിട്ട് പറയേ, നന്ദിനി, ഞാൻ കല്യാണം കഴിഞ്ഞ് കയറി വന്ന കാലം മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണ്. നിനക്ക് ഒരെല്ല് കൂടുതലാണ്. ഇനി ആ ഒരെല്ലും കൂടെ ഒടിച്ചിട്ട് വേണോ ഞാൻ ഇവിടുന്ന് പോകാൻ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദിനി പറയാം, അയ്യോ അച്ഛമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയേ. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അച്ഛൻ വിക്രമനെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിവാഹത്തെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നന്ദിനി ഏടത്തി അച്ഛനൊപ്പം കൂടെ ചേർന്നിട്ട് ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛമ്മ എന്നിങ്ങനെ വേദ അച്ഛമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സഹതാപക്കത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അച്ഛമ്മ പറയേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും നന്ദിനി. ഞാൻ എന്താണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇവരുടെ വിവാഹത്തെ പറ്റിയിട്ടെല്ലാം ഇവരുടെ എല്ലാവരുടെ മനസ്സിലും അംഗീകരിപ്പിച്ചിട്ടേ ഇവിടെ ഒന്ന് പോകുള്ളൂ നന്ദിനി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ നന്ദിനി, അച്ഛനെ പേടിച്ചിട്ട് എത്ര നാളാണ് ഇവരുടെ വിവാഹബന്ധം ഇങ്ങനെ കഴിയുക? അപ്പം ഇത് അമ്മയും അച്ഛമ്മയും വേദയും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് പോന്നും പറഞ്ഞുകൊണ്ട് അമ്മ നന്ദിനിയെ പറഞ്ഞ് അങ്ങോട്ടേക്ക് അയക്കുവാണേ. ഞങ്ങൾ എന്താണേലും വിക്രം വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും നന്ദിനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, പാവ അച്ഛമ്മേ, ഇത്തിരി കുശുമുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ മോളെ എന്നിങ്ങനെ. പിന്നീട് കാണിക്കാൻ നമ്മുടെ വിക്രത്തിനെ കേട്ടോ. വിക്രം ഫോട്ടോ എല്ലാം എടുത്ത് ഫയലൊക്കെ വെച്ചിട്ട് ഒരു കഥ തുറന്ന് ഉള്ളിൽ നിന്ന് വെളിയിൽ വരുവേ. പിന്നെ ഒരു കഥ തുറക്കുമ്പോഴത്തേക്കിന് സൗണ്ട് കേട്ടിട്ട് കിടന്നുറങ്ങുന്ന ആൾ എണീക്കും കേട്ടോ. അപ്പോഴത്തേക്കിന് ആരുടാന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ഓടി നടന്ന് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുവേ. എന്നിട്ട് പിടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ച് പറയേ. അന്നത്തേക്കിന് സെക്യൂരിറ്റി ഇങ്ങനെ ഓടി നടന്ന് നോക്കും. പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ശ്രീനിവാസൻ്റെ വീട്ടിലോട്ട് വരുവാണേ. അപ്പോഴത്തേക്കിനും മറ്റേ ആൾ ഫോൺ വിളിച്ചിട്ട് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കുന്നുണ്ട് കേട്ടോ.
സാറ് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫയലെടുത്ത് കൊടുക്കുക ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കയ്യിൽ. എന്നിട്ട് പറയും ഇനി അവൻ സാറിനെതിരെയായിട്ട് വരത്തില്ല എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കിനും ശ്രീകാര്യം ശ്രീനിവാസൻ ഇങ്ങനെ തോളത്തൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. നീ എന്തെങ്കിലും കഴിച്ചോ, ഉള്ളിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കേ. ഇല്ല വരുന്നില്ല, രാത്രി ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ച് ശീലമായിപ്പോയി, അമ്മ കാത്തിരിക്കുമായിരിക്കുമല്ലോ എന്ന് ചോദിക്കേ. അമ്മ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയെ. എന്താണെങ്കിലും ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ബൈക്കിന് വരുമ്പോഴത്തേക്കിനും മറ്റേ ആളുകളുടെ കൂട്ടാളികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് വിക്രത്തിന് വേണ്ടിയിട്ട് പണിയൊരുക്കാനായിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ അവൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ കറുത്ത വയറ് റോഡിന് നടുവിലൂടെ ഇങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഇതൊന്നും അറിയാതെ മുന്നിലോട്ട് ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയായാലും അവരാ കയറ് വലിക്കുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ തൊട്ട് പിന്നെ ആകുമ്പോഴത്തേക്കിനും തൊട്ട് മുന്നിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ വേദ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് വിക്രം സൈഡിലോട്ട് ചേർന്ന് നിന്നിട്ടാണ് ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, എപ്പോൾ എന്തടി വേദാളവ, നീ എന്തിനെന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കേ. അയ്യോ ഞാനല്ല, അച്ഛമ്മയും അമ്മയൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, ഇപ്പോൾ വരണമെന്ന് പറയേ. എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറയുവേ. അപ്പം ഞാനത് അച്ഛമ്മേൻ്റെ അടുത്ത് പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് അയ്യോ വേണ്ട, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വന്നേക്കാന്ന് പറയേ. അപ്പം നമ്മുടെ വേദം പറയുന്നുണ്ട് കേട്ടോ, കറക്റ്റ് 10 മിനിറ്റിന് എത്തിയിരിക്കണം, അല്ലെങ്കിൽ വേണ്ട 5 മിനിറ്റ് കൂടെ കൂടി 15 മിനിറ്റിനുള്ളിൽ വരണം എന്ന് പറയേ. അപ്പോൾ നമ്മുടെ വിക്രം പറയും ഇല്ല 10 മിനിറ്റിനുള്ളിൽ എത്തിയേക്കാന്നൊക്കെ പറയുവാണേ. അപ്പോൾ നമ്മുടെ വേദം ഇങ്ങനെ പറയുന്നുണ്ട് ഗുഡ് ബോയ്, അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് അവർ കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുറകെ വന്ന ഒരു ബൈക്കുകാരൻ അതേ തട്ടി വീഴുവേ. അന്നേരത്തേക്കിന് ഇവരെല്ലാം കൂടി ഇട്ടിട്ട് പോടും കേട്ടോ. അപ്പോഴത്തേക്കിനും ആ സൗണ്ട് ചെന്നിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും ഒരു സൈക്കിളുകാരനാണ് വീണ് കിടക്കുന്നത്. എന്ത് പറ്റിയും ചോദിക്കുക. കുടിച്ചിട്ടുണ്ടോ ചോദിക്കുക. ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല, എന്തോത്തതിലോ തട്ടി വീണതാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അയാൾ എണീച്ചങ്ങ് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മുന്നിലോട്ട് നടക്കുമ്പോഴത്തേക്കിനും ആ വള്ളിയിൽ തട്ടുന്നുണ്ട് നമ്മുടെ വിക്രവേ. എന്നിട്ട് ആ വള്ളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയും ഇതെനിക്ക് മനഃപൂർവ്വം ആരോ സ്കെച്ച് ഇട്ടതാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വേദയും അതുപോലെ അച്ചമ്മയൊക്കെ ഇങ്ങനെ വിക്രത്തിനെ കാത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നത് തറവാട്ടിലെ കൃഷിപ്പണി മുഴുവൻ അച്ചമ്മയാണ് നോക്കുന്നതെന്നാണോ? അല്ലാതെ പിന്നെ വേറെ ആര്? പണിക്കാരെ മാത്രം വിശ്വസിച്ചെന്നാൽ പാടാം. ലാഭം ഉണ്ടായിട്ടൊന്നും അല്ല, ശീലിച്ചതല്ലേ. അതൊക്കെ ഒഴിവാക്കാനായിട്ടൊരു പാട് എന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ അച്ഛന് കൃഷിക്കമ്പ് കിട്ടിയത് അച്ചമ്മയിൽ നിന്നാണല്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ചെറുപ്പത്തിലേ അവൻ എൻ്റെ കൂടെ കൃഷിക്കൊക്കെ കൂടുമായിരുന്നു എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും വേദ ചോദിക്കും എന്തൊക്കെ കൃഷിയുണ്ട് അച്ചമ്മയ്ക്ക്? എല്ലാം ഉണ്ട്, കപ്പയും കാച്ചിലും ചേനയും വാഴയും പിന്നെ ഇത്തിരി നെല്ല് പെട്ടെന്ന് കൊയ്യാവുന്നതാണ്, പുത്തരി കൊയ്ത്ത് എന്ന് പറയും. ഇവിടെ വല്ലവരുടെയും സ്ഥലം പാട്ടത്തിനെടുത്ത് സുധാകരനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ വന്ന് കുറച്ച് സ്ഥലം ഉള്ളതെങ്കിലും അവിടെ വന്ന് ജീവിക്കാമല്ലോ. അച്ഛന് കൃഷി മാത്രമല്ലല്ലോ ഉള്ളത്, ട്യൂഷനും ഇല്ലേ? അന്നേരത്തേക്കിനും മുത്തശ്ശി പറയുവേ ഇത്രയും കാലം റിട്ടയർമെൻറ്റ് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഇവിടെ ഉള്ളതെല്ലാം ആൺമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം കൊടുത്തിട്ട് അച്ഛമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് രണ്ടാൾക്കും നിന്നൂടെ മോളെ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ ചോദിക്കുവാണേ. അത് ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ വേദയെ. അന്നത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറയും അവൻ അത് ചെയ്യൂല, കാരണം അവന് എല്ലാ മക്കളും അടുത്ത് തന്നെ വേണം, അതാണ്. അപ്പം ഇങ്ങനെ അവർ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ വിക്രം വരുന്നത്. വിക്രം വന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് അപ്പുറത്തെ റൂമിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറയുന്നുണ്ട് വേഗം വാ മോനെ, അച്ഛമ്മ കാത്തിരിക്കുകയായിരുന്നു എന്നിങ്ങനെ അച്ഛമ്മ പറയുവേ. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു കൊച്ചിനെ വീട്ടിലിരുത്തിയിട്ട് നീ എവിടെ തന്നെ നടക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. അത് ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്യാൻ കുറച്ച് ജോലികളുണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു അച്ഛമ്മേന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് ഓവർ ടൈം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് നിനക്ക് കളക്ടർത്തമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല, അറിയുമോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുക. അതിന് എന്നെ കാത്തിരിക്കാൻ ഇവളോട് ഞാൻ പറഞ്ഞു, ഇവളെന്തിനാ പെട്ടെന്ന് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനെ അച്ഛമ്മ പറയുവേ ഇവള് ഇത്രയും നേരം നിന്നെ കാത്തിരുന്നതിനായോ ഇപ്പോൾ കുറ്റം എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പം നമ്മുടെ വേദ വിക്രത്തിനടുത്ത് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. എന്നിട്ട് അച്ഛമ്മ പിന്നെ ഇനിയും നിന്ന് സമയം കളയാതെ വന്ന് വാ കഴിക്ക് വല്ലതും എന്നിങ്ങനെ പറഞ്ഞ് വാന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കിനും പിന്നെ വേദ ചാടി ഇറങ്ങിയിട്ട് വിക്രമൻ ചേട്ടൻ വരൂ വാ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എടിയെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുവേ. അപ്പോഴത്തേക്കിനും വേണ്ട അച്ഛമ്മ എന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കുവേ. എന്നിട്ട് മുത്തശ്ശി കമലേന്ന് വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരുവേ. സുധാകരൻ കിടന്നോന്ന് ചോദിക്കുക. കിടന്നോന്ന് പറയേ. എന്നിട്ട് രണ്ടുപേരും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നീ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പ് എന്ന് പറയുവേ. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഉള്ളിലോട്ട് പോകും കേട്ടോ.
എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ചെയർ ഇങ്ങോട്ടേക്ക് വലിക്കും കേട്ടോ വിക്രമൻ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുവേ, നീ ഇന്ന് താഴെ ഇരുന്ന് താഴെ അവിടെ പോയിരിക്കുക, നീ ഇന്ന് താഴെ ഇരുന്നു ചോറുണ്ടാൽ മതി എന്ന് പറയുവേ. എന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമൻ പോയി താഴെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പിന്നെ വേദയും നോക്കിയിട്ട് പറയും, മോളിതാ അവൻ്റെ അടുത്ത് പോയിരിക്കുക ഇങ്ങനെ. അതിപ്പോൾ വേണോ വിക്രമൻ ചേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയേ. കല്യാണമോ കാണാൻ പറ്റിയില്ല, ഇതെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് പറയുവാണേ. വേദ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വിക്രമൻ ചേട്ടൻ കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, നീ അത്ര കുലസ്ത്രീ ഒന്നും ആവണ്ട, നീ അവിടെ ഇരിക്കി. എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ചെന്നിരിക്കുമ്പോഴത്തേക്കിനും വിക്രമൻ്റെ ദേഹത്തൊക്കെ ഒന്ന് മുട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും വിക്രം ഇത്തിരി ദൂരത്തോട്ട് അകന്ന് മാറിയിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, വേദേ നീ അങ്ങോട്ടേക്ക് അടുത്ത് ചേർന്നിരിക്കുക, രണ്ടാളും ചേർന്നിരിക്കുക എന്ന് പറയും. അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി എങ്ങോട്ട് ചേരാമെന്ന് ചോദിക്കുക. അപ്പം വീണ്ടും വേദ ഇങ്ങനെ അടുത്തോട്ട് നീങ്ങിയിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ദേഹത്ത് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് അവളൊന്ന് ദേഹത്ത് മുട്ടിയപ്പോഴത്തേക്കിനും ഇത്രയ്ക്ക് ഇത് എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ വിക്രം ഇങ്ങനെ അച്ഛമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ രണ്ടാളും. ഇനി വിളമ്പ് കമല എന്ന് പറയുക. അപ്പോഴത്തേക്കിനും വാഴയിലേക്ക് ഇട്ടിട്ട് ചോറൊക്കെ ഇടും, പിന്നെ കറിയിടും, ചാറിടും. അങ്ങനെ കമലമ്മ ഇങ്ങനെ ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുക കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാളും കഴിക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ പെട്ടെന്ന് വാരി കഴിക്കുവേ. അപ്പോൾ അവനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വിക്രം. എന്നിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഈശ്വര ഇനി ഇവക്ക് വാരി കൊടുക്കാനെങ്ങാനും മുത്തശ്ശി പറയുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയേ, ഇനി രണ്ടാളും വാരി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നോക്കും കേട്ടോ. എന്നിട്ട് അന്നേരത്തേക്കിനും വിക്രത്തിനെ പറയേ, അവൾ വേറൊരാളെ എച്ചിലാക്കിയത് കഴിക്കാറില്ലെന്ന് ഇങ്ങനെ പറയേ. അപ്പോഴത്തേക്കിന് ആണോ മോളെ ചോദിക്കുക. ആന്ന് പറയടി എന്നിങ്ങനെ വിക്രം ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയും, എന്ന് പറയേ. എന്നാ ശരി എന്നാ വേഗം കഴിക്കുക എന്ന് പറയുവേ. പിന്നീട് വേദ നോക്കുമ്പോഴത്തേക്കിന് വിക്രത്തിൻ്റെ ഇല മുഴുവൻ കാലിയാവാനായി. ഇത് ആർത്തി മൂത്ത് പ്രാന്തായതാണോ, ഇനി ആ ഇലയും കൂടെ വിഴുങ്ങുമോ ഈശ്വര ഭഗവാനെന്ന് ഇങ്ങനെ വേദ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേദയുടെ ചോറ് മുഴുവൻ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. കഴിച്ചിട്ടും പതിയെ ഇരുന്നല്ലേ കഴിക്കുള്ളൂ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇങ്ങനെ ഇലയൊക്കെ മടക്കിയിട്ട് ഒരു മുരിങ്ങിക്കോലുണ്ട് ലാസ്റ്റ് ഏമ്പക്കൊക്കെ വിട്ടിട്ട് വിക്രം അവിടെ നിന്ന് എണീക്കാനായിട്ട് ഒരുങ്ങുവാണേ. അവിടെ ഇരിക്കടാ, അവളുടെ കൂടെ കഴിയട്ടെ എന്നിങ്ങനെ മുത്തശ്ശി പറയേ. അപ്പോഴത്തേക്കിനും വിക്രം പറയുന്നുണ്ട്, എൻ്റെ കൈ ഉണങ്ങാനായിട്ട് ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം അവിടെ നിന്ന് എണീച്ച് പോവുകയാണേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്താണ് കേട്ടോ. ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ഇൻസ്പെക്ടർ വരുവാണ്. എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക. എല്ലാം ഒത്തു വന്നതായിരുന്നു, അവസാന നിമിഷം അത് പാളിപ്പോയി. സിറ്റി MLA വീട് കയറിയിട്ട് എന്നിട്ട് മോഷണം നടന്നു. പക്ഷേ CCTV ഫുട്ടേജ് അടക്കം എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല, ഒന്നും കാണാതൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേസ് രജിസ്റ്റർ ആക്കാനും കൂടെ റെഡിയാകുന്നില്ല എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും അതിലെന്തൊക്കെയോ കള്ളക്കളികളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ശ്രീകാന്തും പാർട്ടികളും അവനൊരു സ്കെച്ച് വെച്ചതാണ്, അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടു, അവന് ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെ ഇരുന്ന് ശ്രീകാന്തും കൂട്ടുകാരും കൂടെ പറയുവാണേ. പക്ഷേ സാറ് വിഷമിക്കേണ്ട, എല്ലാ സമയത്തും ആ ഭാഗ്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം അവൻ നമ്മുടെ കയ്യിൽ പെടും. ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ദിവസം കാത്തു നിൽക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവൻ്റെ വീട്ടുകാരെ തുടരുതെന്ന് അന്ന് ശ്രീകാന്ത് പറഞ്ഞില്ലേ, അത് വേണ്ട സാബു. അച്ഛൻ അല്ലെങ്കിൽ തന്നെ ആ കാര്യത്തിൽ എതിരാണ്. ഇനി നമ്മൾ ആ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ സംഗതി പുലിവാലാകും, അതുകൊണ്ടത് വേണ്ട. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ എല്ലാവരും കൂടെ നിന്ന് പണിയെടുക്കുകയാണ്. നമ്മുടെ അമ്മ നിന്ന് ചപ്പാത്തി വരുത്തുന്നുണ്ട്, അപ്പോൾ ശ്രീചേട്ടത്തി എടുത്ത് ചുടുന്നുണ്ട്, നമ്മുടെ വേദ പാത്രമൊക്കെ തുടച്ച് വെക്കുന്നുണ്ട്. പക്ഷെ നന്ദിനിയടത്തി അവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പണി ചെയ്യുന്നത് കണ്ടിട്ട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്ദിനി നോക്കിയിട്ട്, എടി നന്ദിനി, നീ എന്നെ എടുക്കുക, ഇവരെല്ലാം ഈ പെണ്ണുങ്ങളെല്ലാം നിന്ന് പണി ചെയ്യുന്നത് കണ്ടില്ലേ, നീ വീഡിയോ നോക്കുവാണോ അതോ റീൽസ് നോക്കുവാണോ എന്ന് ചോദിക്കുക. അല്ല റീൽസ് അല്ല അച്ഛമ്മ, വീഡിയോ എന്ന് പറയുവേ. അയ്യോ അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയുടെ ചാനലാണ് നോക്കിക്കൊണ്ട് നിന്നെന്ന് പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, അയ്യോ മോളെ നീ ആയിട്ട് ഇനി ഇതെല്ലാം നോക്കിയിട്ട് അച്ഛമ്മയ്ക്ക് സിൽവർ ബട്ടൺ മേടിച്ച് തരാനായിട്ട് നോക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ ഇരിക്കാതെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുവെണ്ണേ എന്നിങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോളെ വേദയെ ഇങ്ങ് വരാൻ പറയുവേ. എന്നിട്ട് വന്ന് എന്താ അച്ഛമ്മയും ചോദിക്കുവേ. വിക്രം മുറിയിലുണ്ടോ മോളേയും ചോദിക്കേ. ഉണ്ടാവോ അച്ഛമ്മ, ഞാൻ നോക്കിയില്ല എന്നിങ്ങനെ പറയേ. പോയി അവനെ വിളിക്കുക എന്ന് പറയുവേ. അപ്പം വേദ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ചെല്ല് മോളെ എന്ന് പറഞ്ഞ് വിടുവേ. മോളെ ശ്രീജയെ വിശ്വനെ വിളിക്കേ,
ആ നന്ദിനി വിനായകനോടും വരാൻ പറ. എന്നിട്ട് മോനെ സുധാകര എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സുധാകരനും ഇങ്ങനെ വന്ന് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. എന്താണെങ്കിലും സൂപ്പർ കിഡിലൻ എപ്പിസോഡുമായിട്ടാണ് അടുത്ത ദിവസങ്ങളിലും വരാൻ പോകുന്നത്. എന്താണെങ്കിലും അച്ഛമ്മ എല്ലാവരെയും കൂട്ടിയിട്ട് തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വിക്രവും വേദയും പരസ്പരം വേറെ വേറെ റൂമുകളിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരെയും ഒരു റൂമിലേക്കൊക്കെ ആക്കിയിട്ട് അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ എന്നെനിക്ക് ഡൗട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ നല്ല എപ്പിസോഡുകളാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുതേ. ഓക്കെ, താങ്ക്